ഹദീസ് പരീക്ഷണങ്ങളുടെ പ്രതിഫലം. ഡോക്ടർ കെ മുഹമ്മദ് പാണ്ടിക്കാട്. അൻ ജാബിർ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുവദ്ദു അഹ്ലുൽ ആഫിയത്തി യൗമൽ ഖിയാമ ഹീന യുഅതാ അഹ്ലുൽ ബലാഇ ഥവാബ ലൗ അന്ന ജുലൂദഹും കാനത് ഖുർറിദത് ഫിദ്ദുനിയ ബിൽ മഖാരീദ്. അത്തിർമിദി. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരീക്ഷണങ്ങളിൽ അകപ്പെട്ടവർക്ക് അന്ത്യദിനത്തിൽ ലഭിക്കുന്ന പ്രതിഫലം കാണുമ്പോൾ സൗഖ്യത്തിൽ ജീവിച്ചവർ ദുനിയാവിൽ തങ്ങളുടെ തൊലികൾ കത്രികകൾ കൊണ്ട് വെട്ടി നുറുക്കപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആഗ്രഹിച്ചു പോകും. തിർമിദി. ഭൗതിക ലോകത്ത് ധാരാളം പരീക്ഷണങ്ങൾക്കും വിപത്തുകൾക്കും ഇരകളാവുകയും അതിൽ ക്ഷമയവലംബിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലത്തിൻ്റെ മഹത്വമാണ് ഈ ഹദീസ് വിവരിക്കുന്നത്. ദുനിയാവിൽ സുഖസൗകര്യങ്ങളിൽ ജീവിച്ചവർ ദുരിതബാധിതർക്ക് ലഭിക്കുന്ന പ്രതിഫലം കാണുമ്പോൾ തങ്ങൾക്കും അവരെപ്പോലെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് വിചാരിക്കും. പരീക്ഷണങ്ങൾ ഈമാനിൻ്റെ ഭാഗമാണെന്നാണ് പ്രവാചകാധ്യാപനം. അത് വിശ്വാസികളുടെ പാപങ്ങൾ കഴുകും. വിശ്വാസിക്കും വിശ്വാസിനിക്കും അവരിലും അവരുടെ മക്കളിലും സമ്പത്തിലും പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, ഒരു പാപവുമില്ലാത്ത രീതിയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതുവരെ. നിർമ്മിതി. വിശ്വാസികൾ ഭൗതിക ലോകത്തിലെ സുഖസൗകര്യങ്ങളിലല്ല, പാരത്രിക ലോകത്തിലെ വിഭവങ്ങളിലാണ് പ്രതീക്ഷ അർപ്പിക്കേണ്ടത്. ജനങ്ങളെ അഭിസംബോധന ചെയ്ത് ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പാരത്രിക ലോകത്തേക്കുള്ള വിഭവങ്ങൾ നേടുന്നതിനാണ് അള്ളാഹു നിങ്ങൾക്ക് ദുനിയാവ് നൽകിയിരിക്കുന്നത്, അല്ലാതെ അതിൽ ചടഞ്ഞുകൂടുന്നതിനല്ല. ദുനിയാവ് നശിക്കും, പരലോകം നിലനിൽക്കും. നശിക്കുന്നതിൽ നിർഗളിക്കേണ്ടതില്ല, എന്നെന്നും നിലനിൽക്കുന്നതിനെക്കുറിച്ച് അശ്രദ്ധരാവരുത്. അൽ ബിദായ വന്നിഹായ. കഴിഞ്ഞതിനെക്കുറിച്ചോർത്ത് ദുഃഖിക്കുന്നതിൽ ഒരു നന്മയുമില്ലെന്ന് റസൂൽ ഉണർത്താറുണ്ടായിരുന്നു. ദുഃഖത്തിൽ നിന്നും വ്യസനത്തിൽ നിന്നും അള്ളാഹുവിനോട് എപ്പോഴും മോചനം തേടണം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വൽ അജ്സി വൽ കസൽ വൽ ബുഖ്ലി വൽ ജുബൻ വൽ അലാഇദ് ദൈനി വഗലബത്തിർ റിജാൽ. അല്ലാഹുവേ, ഞാൻ നിന്നോട് ദുഃഖത്തിൽ നിന്നും വേദനയിൽ നിന്നും ദൗർബല്യത്തിൽ നിന്നും അലസതയിൽ നിന്നും പിശുക്കിൽ നിന്നും ഭീരുത്വത്തിൽ നിന്നും കടം ഞെരുക്കുന്നതിൽ നിന്നും ശത്രുക്കളാൽ പരാജിതനാകുന്നതിൽ നിന്നും അഭയം തേടുന്നു. ബുഖാരി. ഈ ഹദീസ് വിശദീകരിച്ച് ഇമാം ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു എഴുതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുഃഖത്തെ കാവൽ തേടേണ്ട കാര്യങ്ങളിലാണ് എണ്ണിയത്. കാരണം ദുഃഖം ഹൃദയത്തെ ദുർബലമാക്കും, മനക്കരുത്തിനെ ക്ഷയിപ്പിക്കും, തീരുമാനത്തെ അശക്തമാക്കും. വിശ്വാസിയുടെ ദുഃഖത്തേക്കാൾ പിശാചിനെ സന്തോഷിപ്പിക്കുന്ന മറ്റൊന്നുമില്ല. അള്ളാഹു പറഞ്ഞു, ഗൂഢാലോചന തീർത്തും പൈശാചികം തന്നെ, വിശ്വാസികളെ ദുഃഖിതരാക്കാൻ വേണ്ടിയാണ്. അതിനാൽ ജീവിതത്തിലുണ്ടാവുന്ന ദുരിതങ്ങളിലും ദുഃഖങ്ങളിലും ക്ഷമയവലംബിക്കുകയാണ് വിശ്വാസികൾ ചെയ്യേണ്ടത്. അതുമുഖേന അവരുടെ പരലോകത്തെ പദവികൾ ഉയർത്താനാവും. മറ്റൊരു നബിവചനം ഇങ്ങനെ: അള്ളാഹു ഒരടിമക്ക് അവൻ്റെ കർമ്മം കൊണ്ട് നേടാനാവാത്ത പദവി നൽകാനുദ്ദേശിച്ചാൽ അവനിലും അവൻ്റെ സ്വത്തിലും സന്താനത്തിലും പരീക്ഷണങ്ങൾ നൽകും. അവനതിൽ ക്ഷമയവലംബിച്ചാൽ അള്ളാഹു തീരുമാനിച്ച പദവിയിൽ അവനെ എത്തിക്കും. അബൂ ദാവൂദ്.